ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു സൺഡേ അല്ലേ ഡ്രാഗൺ ജി? ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സൺഡേ ആണ്, നിങ്ങൾ കാണുന്നത് വെനസ്ഡേ ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ അല്ലേ മിസ്റ്റർ ഡ്രാഗൺ ജി? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങളിൽ പലരും പല കാലത്തും ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ അല്ലേ ഡ്രാഗൺ ജി? അതായത് MDയും ഡ്രങ്കനും എങ്ങനെ ഡ്രിങ്കിങ് തുടങ്ങി അല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ടുത്തരവായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും അതിന്റെ സീരിയസ് ആയിട്ടുള്ള അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അല്ലേ ഡ്രാഗൺ ജി? താങ്കൾ തുടങ്ങിയത് എങ്ങനെയാണോ എന്നാണോ നമുക്ക് ആർക്കും അറിയത്തില്ല, പക്ഷെ ഞാൻ തുടങ്ങിയത് എന്നാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. സൗണ്ട് കേൾക്കുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു, മറ്റെവിടെയല്ല. അതെ, ഈ ഒരു നോട്ടീസ് എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. തങ്കജി ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും MDയും ഡ്രങ്കനും വെള്ളമടി തുടങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിഞ്ഞോണം. നമ്മുടെ സ്വന്തം ടെക്കിയിൽ ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ഒച്ചയും ബഹളം നിറച്ചാളുണ്ടെന്നൊക്കെ ഉള്ള ഫീല് വരും. പക്ഷേ അതൊക്കെ വെറുതെയാണ്. പണിയായാലും ഫുള്ളാണല്ലോ ഇന്ന് ഫുള്ളാണ് ഇവിടെ. ഇല്ല, നിങ്ങളുടെ അങ്ങോട്ട് വരുന്നില്ല, പകുതി വരെ വന്നുള്ളു ചേട്ടാ. അപ്പൊ എങ്ങനെ ഏതാ വൈറ്റ് ഉള്ളത്? ഇതല്ലേ സ്ഥിരം മൂഡ് മേക്കർ. ആ മാംഗോ ചില്ലി, കഴിഞ്ഞ ദിവസം മാംഗോ ചില്ലിയെ കുറിച്ച് ആരോ ലൈവില് സൂചിപ്പിച്ചായിരുന്നു, കുറച്ച് നാളായല്ലോ എന്നും പറഞ്ഞു. അപ്പൊ എന്തായാലും ഓരോ മാംഗോ ചില്ലി പഠിക്കാം അല്ലേ ചേട്ടാ? ഓരോ പേക്ക് മാംഗോ ചില്ലി ഫ്ലേവേർഡ് വാട്ടർ ഒരു സോഡയാ. ഐസ് ഉണ്ടല്ലോ. അപ്പോൾ ഡ്രങ്കൻ എങ്ങനെയാണ് പരിപാടി തുടങ്ങിയത് എനിക്കറിയില്ല. തനിക്കറിയായിരിക്കുമല്ലോ, പറയാമോ? അല്ല, രൂപം ഉണ്ടാവുമല്ലോ, ഓർമ്മയുണ്ടോ എങ്ങനെയാണെന്നല്ലോ? അത് ഓർത്തിറങ്ങി. ഇത് അടുത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാ കാര്യവും ഓർമ്മ വലുത് വലുത് പറഞ്ഞല്ലേ, നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ബ്ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെ തുടങ്ങി ഈ പരിപാടി, അതിനുള്ള ഉത്തരവാണ് എല്ലാവർക്കും അറിയാം. പലരും ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ അതിനുള്ള എല്ലാ ഉത്തരം ഇന്നത്തെ വീഡിയോ ഉണ്ടാവും. ആക്ച്വലി ഇനിയുള്ള യഥാർത്ഥ ഡീലുകൾ നമ്മൾ തുടങ്ങാൻ പോകുന്നവരുള്ളൂ അല്ലേ ഡ്രാഗൺ ജി? അതെ, താങ്കൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? സത്യം ആരോടും പറയണ്ട, ഞാൻ പറയത്തില്ല ചാനലിൽ. അതെ, എല്ലാവരും അറിയണല്ലോ, നമ്മുടെ രഹസ്യങ്ങൾ എല്ലാവരും അറിയണം. സോ സ്റ്റേ ട്യൂൺ. ഇനി ഞങ്ങൾ ആകാശത്തോട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് മയക്ക് വെടിക്കുള്ള സാധനങ്ങൾ എത്തിക്കഴിഞ്ഞില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. ഓൺ ദ വേ. രംഗരാജ് ദെൻ വെറൈറ്റി ഗ്ലാസ് ഒക്കെ പിടിക്കാൻ, ചെറിയ ഗോപുരം പോലെ ഗ്ലാസ് ഒക്കെ ഇല്ലേ, എല്ലാം പോരട്ടെ. ഇതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഒരു അധ്യായം തുടങ്ങി വെച്ചത് കൊണ്ടാണ് ഇന്ന് വൈറ്റ് തന്നെ തുടങ്ങി അല്ലെ ഡ്രാഗൺ ജി? അല്ലെ ഒരു പൊരുത്തക്കേട് വരും അല്ലെ, ജാതകം തമ്മിൽ ചേർത്തല്ല. ഒരു പീനട്ട് മസാല പറഞ്ഞല്ല, അതോ ബീഫിന്റെ വല്ല പറഞ്ഞ? ജോമൻജി, നമുക്കെന്തെങ്കിലും കടിക്കാൻ വേണമല്ലോ. ഒരു ചിക്കൻ ഒന്നും കടിച്ചു പറിക്കാൻ വയ്യ. നമുക്കൊരു ബീഫ് ഇടിച്ചെടുത്തു, മുളകടിച്ച് നല്ല എരിവ് സ്പൈസി ആക്കി എടുത്തു. കൊല്ലരുത്. പണിയും തുടങ്ങിയല്ലേ? Till you come through, till you come back, I'm missing you. Can't
tell myself I'm missing you. I can't stand this life alone. Don't make sense now that you're gone. Till you come back, I'm missing you. ഓക്കെ മിസ്റ്റർ ഡ്രാഗൺ ജയ്, സത്യങ്ങൾ വിളിച്ചു പറയാൻ ഒരുങ്ങിയിരിക്കുകയാണോ? മനസ്സിനെ പാകപ്പെടുത്തി എടുത്തോ സത്യങ്ങൾ വിളമ്പാനായിട്ട്? ഇതിനു ശേഷം സത്യങ്ങളുടെ ആ ഒരു പൊരുൾ നിങ്ങൾ അറിയും. It's so hard to breathe when you're not here with me, and tough is still to live. I don't know how to be in my lonely mind. I play the same movie. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലീഗൽ ഏജിൽ തന്നെയാണ് ഞാൻ ഡ്രിങ്കിങ് തുടങ്ങിയത്. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എങ്ങനെ ഇതിലോട്ട് വന്നു? ഒരുപക്ഷെ ഞാൻ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടാവും ഇതിന് മുമ്പ് പല വീഡിയോസിലും, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും ഈ ഒരു കൺസെപ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാനത് ഒരിക്കൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഐ മീൻ കോളേജിൽ പഠിക്കുന്ന സമയം, ഇപ്പോൾ ലീഗൽ ഏജ് 23 ആണല്ലോ. നമ്മുടെയൊക്കെ ടൈമിൽ 18 തന്നെ ആയിരുന്നു ലീഗൽ ഏജ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണേൽ പറയാം, പുള്ളിക്കാരൻ അത്യാവശ്യം ലൈറ്റ് ആയിട്ടൊക്കെ നമ്മുടെ ബിയറൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഇതുപോലെ, ഞാൻ ആ ടൈമിൽ കഴിയില്ല, ഒരു പരിപാടികളും ഇല്ല, ഇപ്പോഴും വേറൊന്നും ഇല്ല. അപ്പൊ എന്നിരുന്നാലും ഒരു ദിവസം പുള്ളിക്കാരൻ ഇങ്ങനെ വെച്ചു, മച്ചാനെടാ നമുക്കൊരു ബിയർ അടിച്ചാലെന്ന് വെച്ചു. ഏത് നമ്മുടെ മറ്റേ മൂവി ഇല്ലേ ലാലേട്ടന്റെ, ഡേവിഡേട്ടാ കിങ് ഫിഷർ ഉണ്ടാ ചിൽഡ്, അതേ സീക്വൻസ്. എടാ നമുക്കൊരു ബിയർ അടിച്ചാലാ. നമ്മൾ വേണ്ട വേണ്ട, എനിക്ക് പേടിയ, വീട്ടിൽ കലിപ്പ്, അന്ന് കൊച്ചല്ലേ. അപ്പൊ ഈ ബിയർ കൂടെ അടിച്ചിട്ട് പറയാല്ലേ. അപ്പൊ ഡേവിഡേട്ടൻ ചോദിച്ചു, ഡേവിഡേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞു, എടാ അത് സീരല്ലേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, വീട്ടിൽ കലിപ്പാവും, മുട്ടം കലിപ്പാവും. ഞാനിങ്ങനെ ഉള്ള കാര്യം ഉള്ളതുപോലെ, നമുക്കിപ്പോ കട്ടിങ്ങും കാര്യങ്ങളും സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒരു മാങ്ങാണ്ടിയും നമുക്കില്ല. നമ്മൾ ഉള്ളത് കാര്യം ഉള്ളതുപോലെ പറയും. ദാറ്റ്സ് MDTV, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, എടാ അത് കലിപ്പാകത്തില്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അല്ല രംഗം ചെയ്യും, നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളുണ്ടോ, നീ കഴിക്കടാ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ എല്ലാവരുടെയും ഗ്യാങ്ങിലുണ്ടാവും. അതേപോലുള്ളൊരു വ്യക്തിയായിരുന്നു. അത് ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അപ്പോ അങ്ങനെ പുള്ളി, അത് കുഴപ്പമൊന്നുമില്ല, നീ അത് കഴിഞ്ഞിട്ട് വല്ല എന്താണ് എന്തൊരു ഇല ഉണ്ടല്ലോ, പേരയിലോ എന്തോ ഒരു ഇല കഴിച്ചാൽ മതി, മണം വരത്തില്ല, പുതിൻഹാര കടിച്ചു പൊടിച്ച് കഴിച്ചാൽ മതി, മണം വരത്തില്ല എന്ന് പുള്ളി ഒരു ഉപദേശം കൂടെ തന്നു. പിന്നെ നമ്മള് ഓക്കെ പറഞ്ഞ് നമ്മളെ ബ്ലാക്ക്മെയിൽ അല്ല, ഒരു എന്താ പറയാ, എന്താണ് നമ്മളൊരു മെരുക്കിയെടുത്ത് നമ്മുടെ മനസ്സിനെ. അപ്പൊ അങ്ങനെ നമ്മള്, ഐ മീൻ ഞാൻ ഒരു ബിയർ അടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ആ കുപ്പി ഇങ്ങ് തന്നേ ഡ്രാഗൻ, ഇതുപോലെ ഒരു കുപ്പി MDയുടെ കരങ്ങളിൽ വന്ന് ചേർന്നു. ദ സെയിം, ഈ ലേബൽ അല്ലെങ്കിലും ദ സെയിം ഓൾഡ് KF സ്ട്രോങ്, കിങ് ഫിഷർ സ്ട്രോങ്. ഇതേപോലെ ഒരു ചിൽഡ് കുപ്പിയല്ല, പക്ഷേ ഒരു തണുക്കാത്ത കുപ്പി. കേട്ടോ ഡ്രാഗൻ ചെയ്യും, തണുക്കാത്ത ഒരു ബിയർ ആദ്യമായി എന്റെ കൈകളിൽ വന്നു. അങ്ങനെ ഞാനും അവനും കൂടെ യാത്രയായി. പറ്റിയൊരു സ്ഥലം, അതായത് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണമല്ലോ, വീട്ടിലൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നൊക്കെ കൊച്ചു കുട്ടികളാണ്, ഭയങ്കര പേടിയാണ്. അപ്പോഴേക്കും അങ്ങനെ ഇതും തൂക്കി, ഇത് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ്, ഒരു പ്ലാസ്റ്റിക് കിറ്റിനകത്ത് പൊതിഞ്ഞ് അതും തൂക്കി നടക്കുക കുറേ ദൂരം. നമ്മുടെ മറ്റേ കാവിന്റെ വഴിക്കില്ലേ, അവിടെ കൂടെ ഒരു 7 മണി 7:30 ടൈം. എനിക്ക് ഇപ്പൊ ഞാൻ മറക്കത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. കാരണം വളരെയധികം ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ ആ നടപ്പ് അവസാനിച്ചു. എവിടെയെന്ന് അറിയണ്ടാങ്ങൻ ചെയ്യും, നമ്മുടെ പഴയ ആലപ്പുഴ ബൈപ്പാസ് ഇല്ലേ, അന്ന് ബൈപ്പാസ് ഒന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, അറിയാലോ. ഒരു റോഡ് അവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള യൂസിന് വേണ്ടി മാത്രമുള്ള പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു റോഡാണ് പണ്ടത്തെ ബൈപ്പാസ്, അറിയാലോ. ആ ബൈപ്പാസിന്റെ ഒരു ആളൊഴിഞ്ഞ സ്ഥലം, അവിടെ ആ യാത്ര അവസാനിച്ചു. അവിടെ ഇരുന്ന് ആദ്യമായി KF സ്ട്രോങ് പൊട്ടി, തന്നെ പോലെ കടിച്ചു പൊട്ടിച്ചു. ഞാനല്ല, നമ്മുടെ ബ്രോ, കൂടെയുള്ള ബ്രോ. അങ്ങനെ പൊട്ടിച്ചു. അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് മണത്ത് നോക്കി. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാല് പിരിഞ്ഞൊരു മണമില്ലേ, അതാണ് മണം വന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ മണം കൂടെ വന്നപ്പോളേ അവൻ, എടാ അത് കുഴപ്പമില്ല, നീ ഒന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും തണുക്കാത്തതാണ്, അത് ഫസ്റ്റ് കാര്യം ഓർക്കണം, തണുക്കാത്ത സാധനമാണ്. അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ MDയുടെ വായില് മദ്യം വന്നു, ദാ ഇതുപോലെ. സിപ്പ് ചെയ്തു, അതിന്റെ പകുതി കഴിച്ചു. കുപ്പിക്കകത്തുനിന്ന് ഗ്ലാസ് ഒക്കെ എവിടെയാണോ? കാരണം നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഗ്ലാസും കാര്യങ്ങളും ഓൺ ദ റോക്സ് അല്ല, ഒറ്റയടിയാണ്, അറിയാമല്ലോ. അങ്ങനെയായിരുന്നു തുടക്കം. കുപ്പി കളഞ്ഞു,
കുറച്ചിറക്കി ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല, വേണ്ട. കാരണം നമുക്കറിയില്ല, ടേസ്റ്റ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ടേസ്റ്റാണ്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല, തുപ്പിക്കളഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, ബാക്കി അവൻ തന്നെ അടിച്ചു. അതാണ് തുടക്കം. ഒരു ബിയർ അടിച്ചില്ല സുഖമില്ല. ഫസ്റ്റ് അന്ന് കൂടാൻ പറ്റാതെ തീർച്ചയായിട്ടും നമ്മൾ കൂടേണ്ടതായിരുന്നു സത്യം പറഞ്ഞാല്. അന്ന് കൂടിയൊന്നും ഈ ലെവലിലൊന്നും ആയിരിക്കത്തില്ല. ഒരു കൈവിട്ട് പോയാലോ ഇവര് ചോദിക്കുന്ന കമന്റ് പോലെ ഇതിന് വെള്ളം അടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. അതെ. പറഞ്ഞോളൂ. ചെറിയൊരു രൂപസാദൃശ്യം പോലെ, രൂപസാദൃശ്യമല്ല, താങ്കളുടെ മെമ്മറിയിൽ നിന്ന് ചൂർന്നെടുത്ത ആ ഒരു സെഗ്മെന്റിങ് പോരട്ടെ. ഞാൻ തുടങ്ങിയത് ഇതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു കേവ് സോങ്ങിൽ നിന്നാണ്. അതെ. അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാരും അതിനെ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോ കഴിച്ചാലും കേവ് സ്ട്രോങ് അടിക്കത്തില്ല, ഞാൻ വേറൊരു സാധനം അടിക്കത്തില്ല. അതെ, നമ്മുടെ കുടി നിർത്തണമെങ്കിൽ കേവ് സ്ട്രോങ് നിർത്തണം. അതെ അതെ. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, ഇടയ്ക്ക് ഈ സാധനം മേടിക്കുമ്പോ താൻ വെറുക്കും, താൻ ഒരു മനസ്സിൽ ശപിക്കും. അതാണ് കാര്യമല്ലേ. അതുകൊണ്ടാണ് ഇതെല്ലാം കഴിക്കുന്നത് എന്നാണ് താങ്കളുടെയൊക്കെ വിചാരം. പക്ഷെ അല്ല, ഇവിടെ ഭയങ്കര നമ്മൾ തുടങ്ങിയത് നമ്മൾ സാധാരണക്കാരാണ്. ഞങ്ങളാരും വിദേശികളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളല്ലായിരുന്നു. അതെ, ഞങ്ങളൊക്കെ നാട്ടിൻപുറത്ത് വളർന്ന ഒരു സാധാരണക്കാരാണ്. ഞങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ സാധാരണ ഈ പിടിയില്ലാത്ത ഇതുപോലുള്ള ഈ ചെറിയൊരു ഗ്ലാസ്, ഇതുപോലത്തെ നമ്മുടെ അശോകിലൊക്കെ വിൽക്കുന്ന ഗ്ലാസ് പോലത്തെ ഗ്ലാസ്, അതുപോലത്തെ ഗ്ലാസ്സില് കള്ള് കുടിച്ചാണ്. കള്ള് കുടിച്ച് അപ്പൊ കള്ളിൽ തുടങ്ങിയല്ലേ? നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കള്ള് ഷാപ്പുകളാണ്. അതെ, അന്ന് ഇന്നത്തെ പോലെയല്ല, ചെത്തി ഇറക്കി കൊണ്ടുവരുന്ന കണ്ണുകളാണ്. അതായത് രാവിലെ ചെത്തി, പുലരി, വൈകിട്ട് അന്തി, തലേന്ന് വരുമ്പോഴത്തേക്ക് മൂത്ത കള്ള്, ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. ഈ പുലരി കള്ളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല മധുരൊക്കെയാണ്. ഇതുപോലെ ഈ ആൽക്കഹോളിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഒരുപാട് വിശ്വാസമില്ല. ഇത് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ തെങ്ങി കള്ളം എന്ന് പറയുന്നത്, ചെത്തി കള്ളം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഈ തെങ്ങി കള്ള് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കിട്ടും, നമ്മുടെ ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. കാര്യം അന്ന് കിട്ടുന്ന കള്ളുകൾ നാച്ചുറൽ സാധനമാണ്. അതെ, ഇന്ന് മായങ്ങൾ ചേർത്ത് വരുന്ന കള്ള്. ഇന്ന് മായങ്ങളല്ല, മായങ്ങളെ ഉള്ളൂ. ഇതിനോട് കിടപിടിക്കാൻ വേണ്ടി, കാര്യം ഇതിന്റെയൊക്കെ കിക്കിനോട് ചേർന്ന് കുടിക്കാൻ, അല്ല കിക്ക് കിട്ടാൻ വേണ്ടിയുള്ള പല സാധനങ്ങളും അതിൻ്റെ അകത്ത് ചേർക്കാം. തീർച്ചയായിട്ടും അവർക്കും പിടിച്ചു നിൽക്കണ്ടേ, പിടിക്കുക. അതെ, അന്നത്തെ സാഹചര്യത്തിൽ അന്ന് വേറൊന്നുമില്ല, കൂടി വന്ന വെള്ളം ചേർത്ത് വന്നല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു അന്നത്തെ. അതെ. അപ്പൊ നല്ല ചെത്തി കള്ള്, അതായത് ചെത്തി വരുന്ന കള്ളാണ്. നമ്മൾ ഷാപ്പിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ചെത്തുകാരൻ വരാൻ വേണ്ടിയില്ല, അവിടെ കള്ള് വന്നിട്ടില്ല. അതെ, ചെത്തി കഴിഞ്ഞില്ല. ചെത്തുകാരൻ വന്നിട്ട് വേണം. അവര് ചിലപ്പോ ഒരുപാട് ആളുകളുടെ ചിലപ്പോൾ വെള്ളം ചേർക്കുന്നേ ഉള്ളൂ. സംഭവം അല്ല, വെള്ളം ചേർത്തല അതിനകത്ത് ദോഷമില്ല. വെള്ളം ചേർക്കണം, കള്ളില് വെള്ളം ചേർത്ത് കഴിക്കണമെന്നാ പറയുന്നത്. അതെ, അതാണ് അതിന്റെ തിയറി, ശാസ്ത്രം. അതെ. അപ്പൊ ആ ഒരു സാധനമാണ് കഴിച്ചത്. ആ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ അത് മതിയാവാതെ വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബാറുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ കുറവായിരുന്നു. ഉള്ള ബാറുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹട്ട്, നമ്മുടെ ഇത് പ്ലാസ പോലെ അന്ന് ചെറിയ ചെറിയ റൂമുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് അവിടുന്ന് ഇവിടെ വരാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഫുള്ളായിരിക്കും. അപ്പൊ ബാറുകളിലൊന്നും പോയി ഇതുപോലെ വിദേശ മദ്യങ്ങൾ അടിച്ച കാര്യങ്ങളൊന്നും നമ്മൾ അതിന് ശേഷം ഏതോ ഒരു കല്യാണ ഫംഗ്ഷന് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ വാങ്ങിച്ചു വെച്ചിരുന്ന ചെറിയ, താങ്കൾ പറഞ്ഞ പോലെ തണുക്കാത്ത ബിയറാണ്. അതായത് നമ്മുടെ റിലേറ്റീവ്സിന്റെ തന്നെ കല്യാണം വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കേഫ് സോങ്ങാണ് അന്ന് മേടിച്ചത്. അത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സഹോദരൻ തന്നെയാണ് കൊണ്ടുവന്നത്. അതെ, കഴിക്കാന്ന് പറഞ്ഞു. അപ്പോഴും കേഫ് സ്ട്രോങ്. അല്ല, അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കേഫ് സ്ട്രോങ് മാത്രമേ ഉള്ളൂ. വേറെ ബിയറുകളൊക്കെ വരുന്നത് ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ വരുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഒരുപാട് ബിയറുകൾ കാണുന്നത്. അതെ, ഇപ്പൊ ബിയറുകൾക്ക് വേണ്ടി മാത്രം പറയുന്നുണ്ട്. അതെ, ബിയർ പാർലർ. പക്ഷെ അന്നും കേഫിനോട് കോമ്പീറ്റ് ചെയ്തിരുന്ന ഒരാളുണ്ട്, മറ്റാരുമല്ല, താൻ തർക്കിച്ചാലും ഞാൻ പറയും, ബ്ലാക്ക് ലേബൽ കല്യാണി. അതൊക്കെ വരുന്നത് പിന്നീടാണ് വരുന്നത്. അല്ല, അതിനകത്ത് തിയറി ഉണ്ട്. ഡ്രങ്കന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്, അല്ലെ? അതുകൊണ്ട് അത് ശരിയായിരിക്കും. പക്ഷെ അത് ഓർക്കണം, അന്നും KF ഉണ്ട്, അല്ലെ? എനിക്ക് തോന്നുന്നു KF ആയിരിക്കും ഒരു പക്ഷെ ആദ്യത്തെ ബിയർ ഇവിടെ കേരളത്തിലെ.
തീർച്ചയായും അല്ലേ? കാരണം നമ്മളൊക്കെ ഈ ഒരു പരിപാടി തുടങ്ങുന്ന കാലം തൊട്ട് കേൾക്കുന്ന ബ്രാൻഡ് നെയിമാണ് KF. ആ ഒരു ഷോർട്ട് ഫോമിലാണ് എല്ലാവരും. അതെ, KF. നമ്മൾ ഇപ്പോഴും KF എന്ന് പറഞ്ഞു, കിങ് ഫിഷർ നമ്മൾ പറഞ്ഞിട്ടില്ല. KF അതാണ് ബ്രാൻഡ്. കിങ് ഫിഷറിനേക്കാളും ബ്രാൻഡ് വാല്യൂ കൂടുതൽ KF എന്നുള്ള പദത്തിലാണ്. അതങ്ങനെയാണ്. ഇപ്പൊ മാൻഷൻ ഹൗസ് MH എന്ന് പറയും, അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ ചിലർക്ക് മാൻഷൻ ഹൗസ് ഏതാന്ന് വെച്ചാൽ അറിയത്തില്ലായിരിക്കും. MH എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. സത്യമാണത്. അങ്ങനെ വന്ന് ഇന്നോടൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിക്കാന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇതുപോലെ അടപ്പ് പൊട്ടിച്ച്. അന്ന് ഓപ്പണറൊന്നും ഇല്ലല്ലോ, ഈ സാധനം ആവശ്യമില്ലല്ലോ, നമ്മള് പരിപാടിയാ. പൊട്ടിച്ച് ഇത് കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് നമ്മുടെ ഈ കവുങ്ങ്, അതായത് അടയ്ക്കാന്ന് പറഞ്ഞില്ല, ഈ മുറുക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് ചീഞ്ഞ വെള്ളത്തിന്റെ അത് വെള്ളത്തിൽ കഴിഞ്ഞാൽ ചീഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു സ്മെല്ലും എന്നെ കൊണ്ടാണ് കഴിക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ നമ്മള് 2-3 പേരുണ്ട്. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഒരേ കുപ്പിയാ എടുത്തൊന്ന് വെച്ചേ കഴിച്ചില്ല. എനിക്ക് ആ ചുവ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു ചുവ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വായിലോട്ട് വരുന്ന ടേസ്റ്റ് ആണ്. അന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കഴിക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നീട് വീണ്ടും കള്ളുകളായി. പിന്നെയും കള്ളിലേക്ക് വന്ന് അന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏതൊരു കല്യാണ ഫംഗ്ഷൻ, എനിക്ക് എന്റെ ഒരു ഊഹം വെച്ച് പറയാണ്, ഏതൊരു കല്യാണം ഫംഗ്ഷൻ ആയാലും എന്ത് ചടങ്ങായാലും ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കള്ളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞേ ബാക്കിയുള്ള കാര്യത്തിലേക്ക് ആൾക്കാർ പോകത്തുള്ളൂ. അപ്പൊ അത് പിന്നീട് ഇത് തണുപ്പൊക്കെ കിട്ടാൻ തുടങ്ങി. ബാറുകളിലൊക്കെ വരും. അന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. വന്ന് ബാറുകളിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവന്മാരിങ്ങനെ ഇതുപോലെ KF പറയും. KF തണുത്തത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തണുത്തത് നല്ല ചില്ല് കുടിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്ന ആ ഒരു കുത്തല് കാണത്തില്ല, ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ തുടങ്ങി KF വന്നു. പിന്നീട് വേറെ ബ്രാൻഡുകളിലേക്ക് വന്നു. അങ്ങനെ സൽസ വരുന്നു. സൽസ കഴിച്ചു തുടങ്ങി. ലിക്കറാണ്, അത് ലിറ്ററാണ്. ഹോട്ടിലേക്ക് വരുന്നു. ഹോട്ട് വന്ന് ഹോട്ട് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ കഴിച്ചു തുടങ്ങുന്നു. ഡ്രാഗൺ ജി നമ്മുടെ ഇടിച്ചു മറിച്ചതല്ലേ, വാഴയിലയിൽ പൊള്ളിച്ചെന്നൊക്കെ ഞാൻ പറയും വെറുതെ. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ടോ. താങ്ക് യു. നമ്മുടെ സ്വന്തം ജോമോൻജി. ഇതാണ് ബീഫ് ഇടിച്ച് മറിച്ച് കുഴച്ചതല്ലേ. വേറൊരു സൗണ്ട് കേൾക്കുന്നു ഇവിടെ കണ്ട്. അത് മൊബൈലില് തുടക്കം. അന്ന് കള്ളു കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് കപ്പയും ബീഫ്. കപ്പയും ബീഫും, അതെ. അന്നത്തെ കപ്പയും ബീഫുമാണ് പൊളി. അതുകൊണ്ടാണ് ഞാൻ മിക്കടുത്ത് പോയാലും ബീഫ് പറയുന്നത്. അതെ, കള്ളിന്റെ കൂടെ ആണെങ്കിലും ലിക്കറിന്റെ കൂടെ ആണെങ്കിലും ഇത് ഭക്ഷണവും നമ്മൾ ഒരുപാട് കഴിക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായും മദ്യത്തിന്റെ കൂടെ. പക്ഷെ ഇതിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, അതായത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഉപദേശമായിട്ട് കരുതരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇന്നും ഇതിനകത്ത് നാരങ്ങ കച്ചവടക്കാരൻ വരും. നാരങ്ങ കച്ചവടക്കാരൻ അപ്പുറത്തുണ്ട്. കണ്ട നോക്കണോ, കിടക്കണ കിടപ്പ് വേണ്ട, എടുത്തു. ഇല്ലടാ, ഓക്കെ. സോഡയുടെ തണുപ്പ് പോയി. ജോമനെ, എടാ ഇതൊന്ന് മാറ്റിത്താ. ഇല്ല, എനിക്ക് ചിൽഡ് സോഡ വേണം. ഇല്ല, പറ്റില്ല. ഞാൻ കംപ്ലൈന്റ് ചെയ്യണ്ട, തണുപ്പില്ല. എനിക്ക് തണുപ്പ് ഇങ്ങനെ പൊതുങ്ങി നിൽക്കണം. ഓക്കെ ഗ്യാസ്, അപ്പൊ പൊളി. സോഡ കൊണ്ടുപോടാ. ട്രൈ അടിക്കേണ്ടി വരും. ഇല്ലില്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ ബ്ലൂപ്പേഴ്സ്. അവനെ എനിക്ക് ആ പുറത്തേത് കാണാം. നിങ്ങൾ ബിയർ ഗ്ലാസ് തണുപ്പിച്ച് ഐസ് കെട്ടാക്കി കൊണ്ടിരുത്തില്ലേ?
താങ്ക് യു. എന്താടാ ഗ്യാസിന്റെ അഭിഷേകമാണല്ലോ. പൊട്ടിത്തെറിക്കുവോ? ഇല്ല. ഹൈപ്പവറോട്ടോ ലഹറാണോ? ലഹർ. ഇത് ലഹർ കിൻലി. ഓക്കെ. രണ്ടെണ്ണം മതിയോ? ചൂടുകാലമാണ്. നമ്മൾ മാംഗോ ചില്ലി അടിച്ചുകൊണ്ട് ഇന്ന് നാരങ്ങ ചില്ലി അടിക്കാം അല്ലെ? ലെമൺ ചില്ലി അടിക്കാം. ഓരോ പച്ചമുളക് എടുക്കാം. അതിന്റെ ആ മയിലുണ്ടല്ലോ, അല്ല അതിന്റെ ആ ഒരു ഉണ്ണിയാ, എന്താ പറയുന്ന അരിയോ? അല്ലിയാ. അല്ലിക്ക് തുണി എടുക്കാൻ പോണ അവന്റെ പഞ്ചാബി വ്യവസായ അതാണ്. അല്ല മണിച്ചിത തന്റെ മുളക് ഈ പാതി കടിച്ചു വെച്ച മുളകുണ്ട്. അത് മുളകുണ്ട്. അത് എടുത്തില്ല. എന്താ താൻ കടിച്ച റാബിസ് ബാധിക്കുമോ? അത് എനിക്ക് ബീഫ് അതിനകത്ത് വേറെ മുളകുണ്ട്. അത് ഇനി മുളക് വെക്കില്ല. മാക്സിമം സ്പൈസി ആക്കി എടുത്തിറങ്ങിയത് ഓപ്പണാ. ആ തനിക്ക് വരും ജോള ചിപ്സ് പോലും സിമ്പിൾ ആയിരുന്നല്ലോ. നമുക്ക് അടുത്ത ജോള ചിപ്പ് 3.0 ഇറക്കുന്നുണ്ട് കേട്ടോ. വരട്ടെ. കമ്പനിക്കാരെ ഇറങ്ങിയത്. കമ്പനിക്കാർ മിക്കാറും തനിക്ക് പൈസ തരും എരിവെണ്ണെന്ന് പറയിപ്പിക്കാനായിട്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തോട് അട്ടയാ അല്ലേ? അത്രയുള്ളൂ. അപ്പൊ ചേസ്. ചുമ്മാ നിർത്തി ചേട്ടാ, ഒന്ന് അരച്ചു പോയി. എനിക്ക് പേടിയാടൂ. താൻ പണ്ട് ഫോർട്ട് വെച്ചിട്ട് ഇതേ പരിപാടി കാണിച്ചു, ഓർമ്മ ഉണ്ടോ? ബക്കാടി കാട്ട ബ്ലാങ്കൊക്കെ ഇതുപോലെ കുത്തി വെച്ച് എന്റെ കണ്ണി കുത്തി കയറിയത്. അത് കാരണം ഞാൻ ഇവനെ എടുക്കുക താൽക്കാലികമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക്. അതായത് മദ്യപാനം തുടങ്ങി. എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ തുടങ്ങിയതിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടോ? അത് ഏതൊരു മദ്യപാനിക്കും ഉണ്ടാകുന്നതാണ്. അടിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അത് സത്യമാണ്. കറക്റ്റ് ഉത്തരവായിട്ടാണ് രംഗം പറഞ്ഞത്. നമ്മളിപ്പോ ഒരു പരിധി വിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടായിരുന്നു തോന്നിപ്പിറ്റോ, ഇനി അടിക്കത്തില്ല, മതി, ഇനി വേണ്ട. ഓ, അപ്പോഴത്തെ ആ അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്യണം എന്ന് നമ്മൾ പലരും ചിന്തിക്കും. ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട് അല്ലെ? ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. അതെ, സത്യം. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. സത്യം. നമ്മളിപ്പോ ദാഹിച്ചൊക്കെ ഇരിക്കുമ്പോ ബിയർ അടിക്കാറുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ കുറ്റബോധത്തിന് ഒരു അയവ് കൊടുക്കുന്നു. ഒരെണ്ണം അടിക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. അതെ എന്നുള്ളത്. അപ്പൊ എന്തായാലും ചോദ്യം തീർന്നില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഓവർ ആവാത്തൊരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് അത് മദ്യപിച്ച് തുടങ്ങി, അപ്പൊ അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ അടിച്ച് ഓവറായിട്ട് വാള് വെച്ചൊരു സിറ്റുവേഷൻ അല്ല, അല്ലാതെ തന്നെ നമുക്ക് മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. അത് നിലവിലെ എല്ലാവർക്കും തോന്നുന്നതാണ്. ഇത് എനിക്കെന്നല്ല, ഈ കഴിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു അതെ കുറ്റബോധമാണ്. സ്വാഭാവികമായിട്ടും. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുന്നത്. തീർച്ചയായിട്ടും. ആരും ഇത് താങ്കൾ ഇതിനെ കുറിച്ച് അതെ, നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്കും അത് തന്നെ. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം, പക്ഷെ എന്നിരുന്നാലും നമ്മൾ കഴിക്കും അല്ലെ? അതങ്ങനെയാണ്. ചില ജീവിതത്തിൽ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യും അല്ലെ? ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ മദ്യത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അല്ലെ, ഒരു പാർട്ടി മൂഡിന് വേണ്ടി തീർച്ചയായിട്ടും വല്ലപ്പോഴും മാത്രം അങ്ങനെ കഴിക്കാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാട് ഒരു നമുക്ക് ഒരു എത്രയാണെന്ന് പറഞ്ഞാലും ദോഷമാണ്. പക്ഷേ അത് കറക്റ്റ്. അതെ, ഇപ്പൊ ചാവാനാണ് നമ്മൾ നിന്നത്. ഇപ്പൊ നമ്മളില്ലേ, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു, എന്റെ കാലം നിന്നിട്ട് ഞാൻ പുറന്നോട്ടൊരു മേടിച്ചു എന്റെ ഒബ്ലാങ്കട്ടൊക്കെ അടിച്ചു വീണി ഞാൻ ചിത്തു പോകും. ആക്ച്വലി എനിക്കാണ് ബുദ്ധിമുട്ട്. ഈ പെഗൂടിയാണ് അടിക്കേണ്ടി വരും. ഓ, അത് അല്ലാതെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കല്ലേ, പന്ന ഡ്രാഗൻ അടി.
എനിക്ക് അടിച്ചു തീർക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പല്ല് വരെ പുളിച്ചു പോയി ഐസിന്റെ തണുപ്പുണ്ട്. നടക്കത്തില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതെ അറിയാം. പിന്നെ ഈ സാധനം ഞാൻ ഊരി വെച്ചെന്നറിയോ, ഇനി ഇത് മൂക്കി കയറിപ്പോയി ശ്വാസതടസ്സം ഉണ്ടായി ചത്തു പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ എന്തായാലും ശരിയാ, അല്ല എന്ത് വന്നാലും മരിക്കാൻ തയ്യാറാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. മുളക് വായിലോട്ട് കയറിപ്പോയി. ഡ്രങ്കന്റെ കരവിരുത് കാണാനുണ്ട്. സവോള എങ്ങനെയുണ്ട്? സവോള എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സവോള എങ്ങനെയുണ്ടെന്നല്ലേ? ഇത് ഈ പരുവാക്കി ഡ്രാഗൺ. അതുകൊണ്ടാണ് അറിഞ്ഞു ചോദിച്ചേട്ടാ സവോള എങ്ങനെയുണ്ടെന്ന്. ഇത് ഡ്രങ്കന് ഏറ്റവും സ്പെഷ്യൽ കേട്ടോ. നമ്മള് നോർമലി ഈ മുളക് അച്ചാറ് അല്ലെ അച്ചാർ എടുത്തല്ലേ അല്ലടാ കഞ്ചി, ഇത് അതിനേക്കാളും പവർഫുൾ ആണ് ആക്ച്വലി. ഇത് ഡ്രങ്കന് കൊടുക്കും കേട്ടോ. ഐ പ്രിഫർ ദിസ്. ആദ്യം ഇടേണ്ട സാധനം അവസാനം ഇട്ടല്ലേ? ഹോർലിക്സാ എന്നാ എന്റെ കൂടെ ഒഴിച്ചു വെക്കേ കൂടെ. അതടിക്കല്ലേ, എന്റെയും കൂടെ എന്റെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കും. എന്താ ഡ്രാഗൻ, ഇതെന്താണ് ഈ സാധനം? ഇതെന്താണ് പോപ്കോണോ അല്ല കോൺ ടോപ്പ്? ഇന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു അല്ലെ? നമ്മൾ എങ്ങനെ തുടങ്ങി, എങ്ങനെയാണ് കാര്യങ്ങൾ കാണിക്കണം, എങ്ങനെയാണ് നിർത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും ഓക്കെ. ഫൈനൽ ചേസ് തന്നെയാണോ? അല്ല അതൊരു വെച്ച് പറഞ്ഞാണ്. അല്ല എന്തെന്ത് അത് വെച്ചോണ്ട് എനിക്കത് അതെയല്ലേ. ഓക്കെ, ഫൈനൽ ചേസ് ഓഫ് നൈറ്റ്. അല്ല ഫൈനൽ ചേസ് മാത്രമേ ആയുള്ളൂ, ഇത് ഇതിൻ്റെയൊന്നും തീരത്തില്ല. വേണ്ടി വന്നു എങ്ങനെ മദ്യപിച്ച് വേണ്ടി വന്നു. മദ്യപിച്ച് ചാവാൻ വന്നാണെന്നാ? എന്താ ഡ്രങ്കൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? മദ്യപിച്ച് ചാവാൻ വന്നാണെന്നാ? എന്റെ അല്ലേ? എന്റെ അല്ലേ, എന്റെ എല്ലാം കഴിഞ്ഞു. താൻ എന്നെ പെടുത്തുവാണല്ലേ? രക്ഷിക്കുക, മദ്യപിച്ച് രക്ഷിക്കുകയാണല്ലേ? ചേട്ടാ ബീഫിന്റെ എന്തൊക്കെയുണ്ട്? ചേട്ടാ ഒരു പ്ലേറ്റ് ചപ്പാത്തി, ഒരു പ്ലേറ്റ് പൊറോട്ട, പിന്നെ ഒരു ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ എന്തൊക്കെയുള്ള? ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. ഇത്രേ ഉള്ളൂ. കടലയുണ്ടോ? മുട്ടയോ? ചേട്ടാ അപ്പഴേ ഒരു പ്ലേറ്റ് ചപ്പാത്തി, ഒരു പ്ലേറ്റ് പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ബീഫ് കറി, ഒരു ചിക്കൻ ഫ്രൈ. എന്താ വരുന്നതെന്ന് അറിയാലോ.
ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടെന്ന്. രംഗൻജി ബീഫ് കഴിക്കും ഡ്രാഗൻ. എങ്ങനെയുണ്ട്? ഇത്തിരി സവള കൂടെ പടക്കി ഇത്തിരി ബീഫ് ഞാനും കഴിക്കും. കഴിച്ചില്ല എന്ന് വേണ്ട അല്ലേ? ഇത് ഡ്രാഗനോടോ? കഴിക്കടൂ.